എൻ്റെ ജോലി കൊണ്ട് വേണം കുടുംബത്തെ രക്ഷിക്കാൻ. പപ്പയുടെ കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, ജീവിതത്തിൽ കുറച്ച് പുരോഗതി വേണം. എന്നെ ഉള്ളം കയ്യിൽ കാക്കും മണ്ണിൽ വീഴാതെ അതിലോലം തുണയാകും എൻ കൈ വെടിയാതെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് +2 എല്ലാം കഴിഞ്ഞ മക്കളിലെ ഏതെങ്കിലും കോഴ്സ്, നേഴ്സിങ്ങോ മറ്റെന്തെങ്കിലും കോഴ്സ് കഴിഞ്ഞ പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം ഒരു ജോലി ഇല്ലാത്തതാണ്. അത് ചിലപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ആരുടെയും പറഞ്ഞാൽ പറയും ജോലി കിട്ടിക്കൊള്ളും, അത് സാരമില്ല. പക്ഷേ ആ മക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം അത് ചെറുതല്ല. ചിലപ്പോൾ കൂടെ പഠിച്ചവർക്ക് ജോലി കിട്ടി, എൻ്റെ ജോലി കൊണ്ട് വേണം കുടുംബത്തെ രക്ഷിക്കാൻ. പപ്പയുടെ കഷ്ടപ്പാട്, അമ്മയുടെ കഷ്ടപ്പാട്, ജീവിതത്തിൽ കുറച്ച് പുരോഗതി വേണം, ആ ദാരിദ്ര്യവും കഷ്ടപ്പാട് മാറ്റണം, ലോൺ അടയ്ക്കണം. നിരവധി സ്വപ്നങ്ങളുമായി പഠനം ആരംഭിച്ച കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാതെ വരുമ്പോഴുള്ള സങ്കടം അത് വാക്കുകളിൽ പറഞ്ഞാൽ തീരുന്നതല്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ അങ്ങനെ ചെറിയ പൈസയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തെ പോറ്റുന്നവരുണ്ട്. പക്ഷേ പഠിച്ച ജോലിക്കനുസരിച്ചുള്ള ഒരു ഉയർച്ച, ഒരു പുരോഗതി കിട്ടാതെ വരുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ആരോട് പറയും? ദൈവത്തോടല്ലാതെ. ഒരുപാട് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന കണ്ടു, നൊവേനകൾ കണ്ടു, നൊവേന അർപ്പിച്ചു, ജപമാല ചൊല്ലി. പക്ഷെ ഒരു കാര്യം ഓർക്കാം, നമ്മൾ വിശുദ്ധ കുർബാന കണ്ടത്, നൊവേന ചൊല്ലിയതും ഒന്നും നഷ്ടമാവുകയില്ല. നിൻ്റെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്തുണ്ട്, നിൻ്റെ ത്യാഗം കർത്താവിൻ്റെ അടുത്ത്. നിൻ്റെ ജോലി വഴി നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നിൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് നീ വഴി നികത്താൻ സാധിക്കുന്ന ഒരു സമയം ഇനി വിദൂരത്തല്ല. ആ സമയം സമാഗതമാവുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ചില നന്മകൾക്ക് വേണ്ടി അല്പം കാത്തിരിപ്പ്, ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കം, അത് ബൈബിളിലുമുണ്ട്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുമുണ്ട്. ആ ഒരു കാത്തിരിപ്പിന് നമ്മൾ അസ്വസ്ഥപ്പെടാതെ ദൈവ തിരുമനസ്സ് നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടിയും ഈ നിമിഷം നിൻ്റെ കുടുംബത്തിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു വചനം ധ്യാനിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള തിരുവചന ഭാഗം. യേശു ശിഷ്യന്മാരും കടലിൽക്കൂടി ഒരു കൊച്ചു വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. യാത്ര ചെയ്തത് കൊച്ചു വള്ളം, ഉണ്ടായത് കൊടുങ്കാറ്റ്. വള്ളം തകരാൻ വേറെ യാതൊരു കാര്യവും വേണ്ട. പക്ഷെ വചനം പറയുന്നു ഒരു അപകടവും പറ്റിയില്ല. അവർ കരഞ്ഞപ്പോൾ, അവർ നിലവിളിച്ചപ്പോൾ അവർക്ക് വേണ്ടി വള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന കർത്താവുണ്ട്. നിൻ്റെ മനസ്സിൻ്റെ വേദനയിൽ, നിൻ്റെ രോഗത്തിൽ, ജോലിയില്ലാത്ത നിൻ്റെ മാനസിക സംഘർഷത്തിൽ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നെ അനുഗ്രഹിക്കുന്നൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നൊരു സമയമുണ്ട്. തീക്ഷ്ണതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിൻ്റെ എല്ലാ വേദനകളും അസ്വസ്ഥതകളും, ശരിയാകുന്നില്ലല്ലോ, ജോലിയില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവെ നിൻ്റെ ദിനത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ ഓരോ മക്കൾക്കും ഇത് കേൾക്കുന്നവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.